സ്കൂളിലാണ്, ചെറിയ ക്ലാസ്സുകളിലാണ്. ഞാൻ മാനേജറായ സ്കൂളുകളിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബാക്ക് ബെഞ്ച് ഇല്ല എന്നൊരു സംവിധാനം. അത് നിങ്ങളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അത് നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പേ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം തന്നെ ഞാൻ അതിൻ്റെ മാനേജറായി വന്നപ്പോൾ ഈ റൗണ്ട് സീറ്റിംഗ് സംവിധാനം കൊണ്ടുവന്നു. ടീച്ചർ നടുക്കരിക്കും കുട്ടികൾ. അപ്പോൾ ബാക്ക് ബെഞ്ച് എന്നൊരു സങ്കല്പമില്ല. അതിപ്പോൾ നാഷണൽ ലെവലിൽ വലിയ ഡിസ്കഷൻ ആവുകയും ഹിന്ദി പത്രങ്ങളിൽ പോലും ഗണേഷ് കുമാറിൻ്റെ സ്കൂളിലാണ് ഇത് ആദ്യം നടപ്പിലാക്കിയതെന്ന് പറയുകയും ചെയ്തു. മലയാള പത്രങ്ങൾ അത് പറയാൻ മടിക്കും. പക്ഷേ ഹിന്ദി പത്രത്തിൽ അടിച്ചു വന്നിട്ടുണ്ട്, ഇത് ഗണേഷ് കുമാർ മന്ത്രിയുടെ സ്കൂളിലാണ് ഇത് ആദ്യം നടപ്പിലാക്കിയത്. ഞാൻ കുഞ്ഞുങ്ങളെ അടുത്ത് പരിചയപ്പെടുമ്പോൾ ഈ അക്ഷരം അറിയില്ല എന്നുള്ളതാണ്. ഞാൻ 1ാം ക്ലാസ് മുതൽ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷും മലയാളവും നന്നായി പഠിപ്പിക്കാൻ തുടങ്ങി. ABCD മുതൽ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴേ നല്ല നിലയിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം അല്ലാതെ വർദ്ധിച്ചാൽ ആ നാട്ടിലെ രക്ഷകർത്താക്കൾ ആദ്യമായി മനസ്സിലാക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് അക്ഷരം അറിയില്ല, അവരെ നന്നായി അക്ഷരം മുതൽ പഠിപ്പിക്കണം. പണ്ടൊക്കെ നമ്മൾ കണക്ക് 1 മുതൽ 4 വരെ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് പഠിക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മലയാളം ഇംഗ്ലീഷും തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും പറയാനും പഠിക്കണം. 4ാം ക്ലാസ്സിലെത്തുന്നത് അത് LKG തുടങ്ങിയാണ് പറയണം. പിന്നെ മാത്രമല്ല കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും നന്നായിട്ട് പച്ചവെള്ളം പോലെ അറിഞ്ഞിരിക്കണം. ഇത് അറിയാമെങ്കിൽ 5ാം ക്ലാസ് മുതൽ ഒരു കുട്ടിയെ ഏത് വിഷയത്തിലേക്കും തിരിച്ചുവിടാം. എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ എക്കണോമിക്സ്, സയൻസ് പഠിക്കണമെങ്കിൽ സയൻസ്, ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി, അങ്ങനെ ഏതൊരു ഡയറക്ഷനിലും തിരിച്ചുവിടാൻ പറ്റും. ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ 4ാം ക്ലാസ് വരെയാണ്. അവിടെയാണ് കുഞ്ഞിൻ്റെ മറ്റ് കഴിവുകൾ, ചിത്രരചനയിലുള്ള കഴിവ്, ക്ലേ മോഡലിങ്ങിലുള്ള കഴിവ്, അതുപോലെ നല്ല കളറിങ്, പാട്ട് പാടാനുള്ള കഴിവ്, സംസാരിക്കാൻ നല്ല രീതിയിൽ പ്രസംഗിക്കാനുള്ള കഴിവ്, കവിത പാടാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് വാസനകൾ ഈ കുഞ്ഞിൽ നിന്ന് കണ്ടെത്താൻ കഴിയുകയും അതിനെ അവിടെ പ്രോത്സാഹിപ്പിച്ചാൽ ലൈഫ് ലോങ് അത് നന്നായി കൊണ്ടുപോകാൻ പറ്റും. പാട്ട് അറിയാവുന്ന, ഡാൻസ് അറിയുന്ന കുഞ്ഞുങ്ങൾ, പാട്ടറിയുന്ന കുഞ്ഞുങ്ങൾ, അവരെ തിരിച്ചറിഞ്ഞ് അവരെ ടേസ്റ്റ് അനുസരിച്ച് പഠിക്കും. ഇപ്പം പാട്ട് എല്ലാ കുട്ടികൾക്കും വഴങ്ങില്ല, പക്ഷേ കീബോർഡ് വായിക്കാൻ എല്ലാ കുട്ടികൾക്കും, കുറേ കുട്ടികൾക്ക് പറ്റും, കുറേ കുട്ടികൾക്ക് പാടാൻ കഴിയും, കുറേ കുട്ടികൾക്ക് വയലിൻ വായിക്കാൻ കഴിയും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സർക്കാർ സ്കൂളുകളിലെ സംഗീത അധ്യാപകരുടെ നിയമനം മാറ്റിക്കൊണ്ട് ഒരു 5 സ്കൂള്, ഒരു പ്രദേശത്ത് ഒരു 5 സ്കൂൾ ഒരു ക്ലസ്റ്ററായി എടുത്തുകൊണ്ട് അവിടെ കുഞ്ഞുങ്ങളെ കീബോർഡ് പഠിപ്പിക്കുക, വയലിൻ പഠിപ്പിക്കുക, വോക്കൽ പഠിപ്പിക്കുക, ഗിറ്റാർ പഠിപ്പിക്കുക, ഇങ്ങനെ വിവിധ ഡ്രംസ് പഠിപ്പിക്കുക, അങ്ങനെ വിവിധ കലാരൂപങ്ങൾ, സംഗീതത്തിൻ്റെ വിവിധ വശങ്ങൾ കുഞ്ഞുങ്ങളെ പഠിക്കുക. അപ്പോൾ ആ ഇൻട്രസ്റ്റ് അനുസരിച്ച് എൻ്റെ കുഞ്ഞിന് ഡ്രംസ് പഠിക്കാനുള്ള ഇഷ്ടമെങ്കിൽ അങ്ങോട്ട് വിടും, ആ സ്കൂളിലേക്ക് വിടും. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാണ്. അതിന് പ്രത്യേക ദിവസം മാറ്റി വെച്ചുകൊണ്ട്, ഒരു പ്രത്യേക ശനിയാഴ്ച അങ്ങനെ ഒരു ദിവസം മാറ്റി വെച്ചിട്ട് ഇത്തരം ആക്ടിവിറ്റികൾ, ഡാൻസ് പഠിക്കുന്ന കുട്ടികൾക്ക്, മോഡേൺ ഡാൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് പഠിക്കാം, ഭരതനാട്യം, മോഹിനിയാട്ടം പോലുള്ള ഡാൻസുകൾ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പഠിക്കാനുള്ള സൗകര്യം കൊടുക്കണം. അങ്ങനെ വ്യത്യസ്തമായ കലാവാസനകളെ വളർത്താൻ, ചിത്രരചന അറിയുന്ന കുഞ്ഞുങ്ങളെ, ഇപ്പം ഞാനും ചിത്രം വരച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിക്കാനും NS ക്ലാസ്സിൽ ഒരു ഡ്രോയിങ് സ്റ്റാർ ഉണ്ടായിരുന്നു. ഞാനും പടം വരച്ചു, പക്ഷെ ഒരു കോഴിമുട്ട പോലും എനിക്ക് ശരിയായി വരയ്ക്കാൻ അറിയത്തില്ല. പക്ഷേ ഞാനും പഠിച്ചു. എന്നെ പഠിപ്പിക്കാൻ ഒരു ഡ്രോയിങ് സ്റ്റാർ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ആ ക്ലാസ്സിൽ നിന്ന് 41 കുട്ടികളും ഡ്രോയിങ് പഠിച്ചു. തയ്യൽ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. തയ്യലിനെ പറ്റി യാതൊരു വിവരവുമില്ല. ഈ കർച്ചീഫ് പോലെ ഒരു തുണിയുമായിട്ട് പോകും, അതിനെ മടക്കി തയ്ച്ച് കഴിയുമ്പോൾ അടുത്ത ആവശ്യം ചെയ്യുമ്പോഴത്തേക്കും ഹോംവർക്ക് തരും, ഇത് രണ്ടും തച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യാത്തതുകൊണ്ട് ഈ പുതിയൊരു തുണിയുണ്ട് ചെല്ലും, മറ്റേ തുണി കളഞ്ഞു പോയി, ഏതായി മറ്റേ തുണിയുടെ പുറത്ത് തന്നെ വച്ചിരിക്കളയും. അവസാനം ഈ ചുറ്റൻ വച്ചിരുന്ന അതിന് നടുക്കുള്ള ഭാഗപ്പെടും. ടീച്ചറെ ആ തുണി കൊണ്ടുവരാൻ പറഞ്ഞു, എന്നാൽ ഇതിൽ ഇയാൾ ഒന്നുകൂടെ മടക്കി തയ്ക്കുന്നു പറയും. പിന്നെ ഇരുന്ന് മടക്കി തയ്ക്കും സൂചി വെച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബട്ടൺസ് തയ്ക്കാനൊക്കെ ഞാനും പഠിച്ചു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ പഠിച്ചതുകൊണ്ട് തയ്യൽ ചിരിച്ച് അറിയാം. എൻ്റെ അമ്മ നന്നായിട്ട് തയ്ക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ മെഷീൻ എടുത്തു ഇത് കണ്ടുപിടിച്ച് ഈ മെഷീൻ ചവിട്ടാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ കുറച്ച് തയ്യലൊക്കെ അത്യാവശ്യം പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇതുകൊണ്ടൊന്നും നമ്മൾ ജീവിക്കാൻ പോകുന്നില്ല. പക്ഷേ എല്ലാം ഒന്നും അറിഞ്ഞിരിക്കുന്നതാണ്. എൻ്റെ അമ്മ എനിക്ക് മമ്മട്ടിയും തൂമ്പയും, ചാലയിൽ വന്നിട്ട് മമ്മട്ടിയും തൂമ്പയും കുന്താലിയൊക്കെ ചെറുത് വാങ്ങിച്ചു തരുമായിരുന്നു വെട്ടി പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ പഠിച്ച് വലുത് വെച്ച് വിട്ട് ഞാൻ അത്യാവശ്യം ഒരു തെങ്ങിന് തടവൊക്കെ എടുത്തു തരാൻ പറ്റുന്ന ആളാണ്, കുഴപ്പമൊന്നുമില്ല. ആ പണികളൊക്കെ അറിയാം. സിനിമയിലൊക്കെ അഭിനയിച്ചെങ്കിലും ഈ പണികളെല്ലാം എനിക്കറിയാം. ഒരുവിധം ജോലികളൊക്കെ ഞാൻ ചെയ്ത് ഞാൻ ജീവിക്കും. ഇതൊന്നുമില്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നെനിക്കറിയാം. കാരണം ജീവിക്കാനാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ സ്കൂളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൂട്ട് തുറക്കാൻ പഠിപ്പിക്കുക, കൂട്ടാനും തുറക്കാനും. ഇപ്പോൾ കുഞ്ഞെല്ലാം മുറിക്കാത്തായിപ്പോയി. കുഞ്ഞിനെ തുറക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഫയർഫോഴ്സ് വിളിക്കാനും നിവർത്തി കൊടുക്കുക, അതോ പൊട്ടിച്ചെടുക്കാനും. പക്ഷേ ആ ഡോർ എങ്ങനെ തുറന്ന് പുറത്തു വരാം എന്ന് കുഞ്ഞിനെ പരിശീലിപ്പിച്ചിരുന്നു. വളരെ ചെറിയ കുഞ്ഞുങ്ങളെ ലോക്ക് തുറക്കാൻ, ലോക്ക് അടയ്ക്കാൻ, അങ്ങനെ പ്രായോഗികമായ കാര്യങ്ങൾ. സിംഗപ്പൂരിലൊരു സ്കൂളിൽ പോയി നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പല്ല് തേക്കാൻ പഠിപ്പിക്കണം. രാവിലെ പല്ലൊന്നും തേക്കണ്ട, രാവിലെ ഞാൻ വിട്ടാൽ മതി. അവിടെ പല്ല് തേപ്പിക്കും, അവിടെ കുളിക്കാൻ പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കണം. അപ്പോൾ യൂണിഫോമിറ്റി ഉണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ കുളിക്കും. ഒരു നാട്ടിലെ പൗരന്മാർ മുഴുവൻ ഒരേപോലെ കുളിക്കാൻ പഠിക്കും.
വെള്ളം വേസ്റ്റ് ചെയ്യാതെ, പല്ലിന് കേട് വരാതെ ആ രാജ്യത്തെ എല്ലാ പൗരന്മാരും പല്ല് തേക്കും. നമ്മൾ പല വിധത്തിലാണ് പല്ല് തേക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ തേക്കുന്നത് വാരി തേച്ച് ഉമിക്കീരിയൊക്കെ ഇട്ട് പിടിച്ചിട്ടൊക്കെയാണ്. ഇപ്പം ഡോക്ടർമാർ പറയുന്ന മുകളിൽ നിന്ന് താഴേക്കും താഴെ മുകളിലേക്കും മസാജ് ചെയ്യുന്ന പോലെ വളരെ ലൈറ്റായിട്ട് പിടിക്കാവൂ, നമുക്ക് പിടിക്കരുതെന്നൊക്കെ പറഞ്ഞത്. ഇതെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഇതെല്ലാം ഈ നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ലുണ്ട്, കോഴിക്കും കുഞ്ഞിനും ഇട്ടത് ശീലം എന്ന് പറയുന്നത്. അപ്പം അത് ആ കുഞ്ഞു പ്രായത്തിൽ ഇവർ പഠിക്കുന്നത്. LKG പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും അക്ഷരം പഠിപ്പിക്കാൻ പാടില്ല, ഒന്നും പഠിപ്പിക്കാൻ പാടില്ല. പടം വരയ്ക്കാനും പാട്ട് പാടാനും സാധനങ്ങൾ LKG UKGയുടെ ഒരു പകുതിയെങ്കിലും കഴിയാതെ അക്ഷരം പഠിപ്പിക്കും. ഇതിപ്പോൾ അക്ഷരം LKG വെച്ച് ഇംഗ്ലീഷും മലയാളവും പഠിച്ചിട്ട് ഹിന്ദിയും പഠിച്ചിട്ട് IAS പരീക്ഷ ഒന്നും എഴുതുന്നില്ല അടുത്ത ആഴ്ച. അപ്പോൾ അവരെ അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. UKG ഒരു പകുതി വരെ കുഞ്ഞുങ്ങളെ പടം വരയ്ക്കാനും പാട്ട് പാടാനും കവിത പറയാനും കഥ പറയാനും ഒക്കെ പഠിപ്പിക്കുക. അവരെ വാസനകളാണ് കഥ പറയാൻ പഠിപ്പിക്കുക, കഥ പറഞ്ഞു കൊടുക്കുക, നല്ല ശീലമുള്ള കഥകൾ. എൻ്റെ സ്കൂളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളായിട്ട് പോലും തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ആദ്യത്തെ ഒരു പീരീഡ് മോറൽ സയൻസ് പഠിപ്പിക്കാനാണ് ചെയ്തത്. അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞങ്ങൾ തന്നെ അധ്യാപകരെ കൊണ്ട് ഉണ്ടാക്കി. കാരണം സത്യത്തെക്കുറിച്ച് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ്. സത്യം എന്താണ്, സത്യത്തിൻ്റെ മഹത്വം, അതിന് പിന്നെ അനുബന്ധമായ 2-3 കഥകൾ. അത് കഴിഞ്ഞാൽ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. സ്നേഹത്തിനെ കുറിച്ച് 2-3 കഥകൾ. ഇത് ടീച്ചർമാരി പുതിയ പുതിയ കഥകൾ ഇതിൽ ചേർത്തുകൊണ്ടിരിക്കും ഈ ബുക്കിലേക്ക്. എന്നിട്ട് അവർ പറഞ്ഞു, ഇപ്പം നമുക്കറിയാം റിട്ടയർ ചെയ്ത ഇപ്പോൾ പിന്നെ ശരത്തിൻ്റെ ഫാദർ ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ഇതിൻ്റെ പേട്രൺ. അദ്ദേഹം ചിലപ്പോൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നല്ല അനുഭവമുള്ളൊരു കഥ, സ്നേഹമുള്ള 2 സുഹൃത്തുക്കളുടെ ഒരു കഥ, പഴയ ഒരു പഞ്ചതന്ത്രം കഥയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയും. റിട്ടയർ ചെയ്ത അധ്യാപകരുണ്ട്, നാട്ടിൽ അങ്ങനെയുള്ള നല്ല പ്രമുഖ വ്യക്തികളുണ്ട്, നല്ല സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്, നല്ല കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന പുരാണത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവരുണ്ട്. അവരെ വിളിച്ചു വരുത്തിയിട്ട് ഈ ക്ലാസ്സിൽ നിർത്തി കൊടുക്കുകയാണ്. ഈ ഒരു പീരീഡ് ഇത്തരം നല്ല കാര്യങ്ങൾ, ഇന്ന് സത്യത്തെക്കുറിച്ച്, സത്യം പാലിക്കുന്ന ഒരാൾക്കുണ്ടായ ഗുണത്തെപ്പറ്റി, മഹാത്മാഗാന്ധിയെക്കുറിച്ച്, മഹാന്മാരെക്കുറിച്ച്, ഇതെല്ലാം കുഞ്ഞുങ്ങളെ LKG UKG പഠിപ്പിച്ചു. 1ാം ക്ലാസ് ആകുമ്പോൾ അത് അക്ഷരമൊക്കെ പഠിച്ച് ഈ 4ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് കുട്ടി തെറ്റുകൂടാതെ ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തിരിച്ച് ഒരു പേജ് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതാൻ, ഈ 3 ഭാഷയിൽ കുഞ്ഞുങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കും. അത് ഇംഗ്ലീഷും മലയാളവും നന്നായി പറയാൻ അവർ പഠിച്ചിരിക്കും. കണക്ക് കൂട്ടാനും കുറയ്ക്കാനും കുടിക്കാനും വരയ്ക്കാനും എത്ര വലിയ ശാസ്ത്രജ്ഞനാന്ന് പറഞ്ഞാലും ഈ 3 ബേസിക് കണക്കുകൾ, 3 കാര്യങ്ങളല്ലാതെ കണക്കിൻ്റെ ബേസിക്കായിട്ട് വരുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ കണക്കിൻ്റെ കൂട്ടുക, കുറയ്ക്കുക, കുടിക്കാൻ കഴിയില്ല. ഏത് സംഖ്യ കൊടുത്താലും ചെയ്യാൻ കുഞ്ഞിന് കഴിയുമെങ്കിൽ ആ കുഞ്ഞിനെ ഏത് ഡയറക്ഷനിലും എത്ര വലിയ കണക്കിട്ട് കൊടുത്താലും ചെയ്യാൻ പറ്റും, എന്ത് കണക്ക് പഠിപ്പിക്കാം. ഇത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം, അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ്. ഇപ്പം ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ള ബേസിക്കായിട്ടുള്ള പ്രശ്നം, നിങ്ങൾ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, കലാപരമായ എല്ലാ വാസനകളും ഇവിടെയുള്ള പല രക്ഷകർത്താക്കളും ഞാൻ അറിയുന്നവരാണ്. ശരത്ത് പഠിപ്പിച്ചവർ കുട്ടികളുടെ മക്കൾ തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട്. അത് ആ വിശ്വസ്തതയാണ്. ഒരു അധ്യാപന നിലയിൽ ശരത്ത് നേടിയ ആ ഒരു വിശ്വാസമാണ് ശരത് സാറിൻ്റെ സ്കൂളിലേക്ക് എൻ്റെ കുഞ്ഞിനെ അയക്കാം എന്ന വിശ്വാസം. അത് വലിയൊരു വിജയമാണ്. കാരണം 4 ക്ലാസ്സുമാരുള്ള ഒരു സ്കൂളിൽ 800 കുട്ടികൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ അഭിമാനത്തോട് പറയാം. ഈ സ്കൂളിൻ്റെ ഒരു വിശ്വസ്തത തന്നെയാണ് ഈ സ്കൂളിലെ അധ്യാപകരുടെയും പ്രിൻസിപ്പലിൻ്റെയും മറ്റു രക്ഷകർത്താക്കളുള്ളൊരു വിശ്വാസം. എൻ്റെ കുഞ്ഞ് ഈ സ്കൂളിൽ ചേർന്നാൽ നന്നായി പഠിക്കും, നല്ല നിലയിൽ വരും, നല്ല ശീലങ്ങൾ പഠിക്കും. പ്രധാനമായി ഉള്ളത് ഒരു 4ാം ക്ലാസ്സുള്ള സ്കൂളിലുള്ളത് ശീലങ്ങളാണ്. ഞാൻ എൻ്റെ സ്കൂളിൽ കുട്ടികൾക്ക് 4ാം ക്ലാസ് വരെ ഹോംവർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെയും ഹോംവർക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. ബാഗ് വീട്ടിൽ കൊടുത്തയക്കില്ല. ഞാൻ ബാഗ് വീട്ടിൽ കൊടുത്തയക്കില്ല. കഴിഞ്ഞ വർഷം ഒരു ദിവസം കൊടുത്തയക്കില്ല. ഇപ്പം സാറ്റർഡേ സൺഡേ കുട്ടികൾ വീട്ടിൽ കിടന്ന് ചട്ടമ്പിതരം കാണിക്കുന്നുണ്ട്. ഫ്രൈഡേ പോകുമ്പോൾ ബുക്ക് തരണം, ബാഗ് തരണം എന്നാണ് രക്ഷകർത്താക്കൾ. അത് മാനിച്ചുകൊണ്ട് ഇപ്രാവശ്യം ബുക്ക് കൊടുക്കും സാറ്റർഡേ സൺഡേ. പക്ഷെ അല്ലാത്ത ദിവസം കണക്ക് കൂട്ടാനാണ് പഠിപ്പിക്കുന്നത്. 1, 1, 2 കൊണ്ട് പഠിപ്പിച്ചാൽ 1, 2, 3 എന്നടക്കം ഒരു 50-60 തവണ ഇതുപോലത്തെ കണക്കുകൾ ക്ലാസ് മുറിയിലിട്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ക്ലാസ് മുറിയിൽ ഇരുത്തി തന്നെ പുതിയ ഒരു വിഷയം പഠിപ്പിച്ചാൽ അത് ക്ലാസ് മുറിയിൽ ഇരുത്തി തന്നെ ടീച്ചർ തന്നെ തറവാക്കി വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്യൂഷൻ ക്ലാസ് നടത്തുന്നവരെ കൊണ്ട് അവർക്ക് ഈ ശനി ഞാനെങ്കിലും പിള്ളേരെ കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ബുക്ക് വീട്ടിൽ കൊടുത്തയക്കില്ല എന്ന് പറയുമ്പോൾ ചില രക്ഷകർത്താക്കൾ ഒരു പ്രതിഷേധം. കുഞ്ഞുങ്ങൾക്ക് സന്തോഷമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടി. ഒരു ചെറിയ കുഞ്ഞ്, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു 3.5-4 വയസ്സൊക്കെ ആകുമ്പോഴേ LKGയിൽ ചേർക്കും, UKG ചേർക്കും. 1ാം ക്ലാസ് 5 വയസ്സാകുമ്പോൾ 1ാം ക്ലാസ്സിൽ ചേർക്കും. ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ അതിനൊരു അപകടമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ അന്ന് തുടങ്ങുന്ന പഠനം, ആ കുഞ്ഞ് പഠിച്ച് ഡോക്ടറാവണമെന്ന് വിളിക്കുക. ഒരു ഡോക്ടറായി MBBS കഴിഞ്ഞ് PG എടുത്ത് ഒരു നല്ല ഉദ്യോഗത്തിൽ കയറണമെങ്കിൽ മിനിമം ഒരു 30-32 വയസ്സ് വരെയെങ്കിലും പഠിക്കണം. അതായത് 3.5 വയസ്സിൽ സ്കൂളിൽ പോകുന്ന ആൾ 32 വയസ്സ് വരെയും പഠിക്കുകയുള്ളൂ. പഠിച്ചൊരു മിടുക്കനായ ഡോക്ടറാവണമെങ്കിൽ ഇത്രയും പഠിക്കണം.
അതല്ല MBBS മതിയെങ്കിൽ നമുക്ക് നേരത്തെ നിർത്താം. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ പ്രയോജനമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകണമെങ്കിൽ മിനിമം ഒരു 30-32 വയസ്സ് വരെ പഠിക്കണം. 3.5 വയസ്സ് 4 വയസ്സ് വരെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആരംഭിക്കുന്ന ഈ വിദ്യാഭ്യാസം 30-32 വയസ്സ് വരെ നീണ്ടുപോകുക എന്ന് പറയുന്നത് പിന്നെയും പഠിച്ച് ജീവിതം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്ന ദിവസം വരെ പഠിക്കും. എന്താ അതിലെ അവസാനത്തെ പാഠം? ശ്വാസം നന്നായി വലിച്ചാൽ സുഖമായിട്ട് വലിക്കാം എന്നുള്ളതാണ്. നന്നായിട്ട് വലിക്കാൻ പഠിക്കണം. ദൈവം അന്നും നമ്മളെ പഠിപ്പിക്കുകയാണ്. നന്നായിട്ട് ആഞ്ഞു വലിച്ചതിന് രക്ഷയില്ലാതെ പോകും. അങ്ങനെയാണ് മരിക്കുന്നത്. അപ്പം മരിക്കുന്ന ദിവസം വരെ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ട്, ജനിക്കുന്ന ദിവസം മുതൽ മരിക്കുന്ന ദിവസം വരെ നമ്മൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തലവേദനയായി കുഞ്ഞുങ്ങൾ മാറും. 3 വയസ്സിൽ 3.5 വയസ്സിലൊക്കെ അക്ഷരം പഠിപ്പിച്ച് അടുത്ത വീട്ടിലെ കുട്ടിയോടൊപ്പം എത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം തന്നെ സ്തംഭിച്ചു. മടുത്തു പോകും പിള്ളേർ. 5 വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ ബ്രെയിൻ വളരുന്നതാണ് സയൻസ് പറയുന്നത്, ഡോക്ടർമാർ പറയുന്നത്. ആ ബ്രെയിൻ പൂർണ്ണ വളർച്ച എത്തുന്നവരെ അതിലേക്ക് ഒന്നും കുത്തിക്കയറ്റാതിരിക്കുക. അതിൽ ഈ പൂവിൻ്റെ നിറം എന്താണ്, ഈ പൂവിൻ്റെ നിറം എന്താണ്, അല്ലെങ്കിൽ മറ്റൊരു പടം കാണിച്ചത് ആരാണ് എന്ന് തിരിച്ചറിയാം. മഹാനായ APJ അബ്ദുൽ കലാമിൻ്റെ പടം കാണിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഏതോ ഒരു അപ്പൂപ്പൻ എന്ന് പറയുന്നതിനപ്പുറം ഇദ്ദേഹം ആരാണെന്ന് കുഞ്ഞിന് മനസ്സിലാവും. വലിയൊരു സയൻറ്റിസ്റ്റാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്നെങ്കിലും മിനിമം പറയണം. ഇതാരാണ്? മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. എന്താണ് സ്വാതന്ത്ര്യം എന്ന് കുഞ്ഞിന് അറിയത്തില്ല. പക്ഷേ രാഷ്ട്രപിതാവാണെന്ന് പറഞ്ഞാൽ, പിതാവ് എന്ന് പറഞ്ഞാൽ അച്ഛനാണെന്നറിയാം. രാഷ്ട്രത്തിന്റെ പിതാവായിട്ട് അച്ഛനായി കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പഠിപ്പിക്കണം. ഇത്തരം നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക, പാട്ട് പാടുക, നല്ല കുഞ്ഞു കവിതകൾ, ചെറിയ 4 വരി 3-2 വരിയുള്ള പാട്ടുകൾ അവർ പഠിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പണ്ട് പഠിപ്പിച്ചിരുന്നത്. പണ്ട് പിന്നെ പാച്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, 5ആമൻ പഞ്ചാര കുഞ്ചുവാണ്, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, ഇതൊക്കെയാണ് പഠിക്കുന്നത്. ഇത് IAS പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന കാര്യമല്ല. പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ച് ഈ താളവും ഈ നാടൻ പാട്ടിൻ്റെ രീതിയിലുള്ള ശൈലിയിലുള്ള ഈ പാട്ട് ഒരു രസമാണ് കുഞ്ഞിന്. അങ്ങനെയാണ് വിദ്യാഭ്യാസത്തോട് അട്രാക്റ്റഡ് ആവുന്നത്. അല്ലാതെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ കുമാരനാശാന്റെ കവിത, വള്ളത്തോളിൻ്റെ വയലാറിൻ്റെയും ഒക്കെ കവിതകൾ എടുത്തു വെച്ച് വായിക്കാൻ പറയല്ല. ഈ പാച്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, 5ആമൻ പഞ്ചാര കുഞ്ചുവാണ് എന്നുള്ള പാട്ടാണ് നമുക്ക് റാഗി പറക്കുന്ന ചെമ്പരുത്തി നീയുണ്ടോ മഹമാങ്ക വേല കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് എന്ന് കുഞ്ഞിന് ചുമ്മാ രസത്തിന് പാടാൻ പറ്റുന്ന കാര്യങ്ങളാണ് അന്നൊക്കെ പഠിപ്പിച്ചിരുന്നത്. അതെല്ലാം മാറി ഇപ്പം ഇടയ്ക്ക് DPEP പഠിപ്പിച്ചു. അതും തെറ്റാണെന്ന് ഞാൻ പറയില്ല. അതിൽ തെറ്റിപ്പോയത് പഠിപ്പിക്കാൻ വന്നവരുടെയും സിലബസ് ഉണ്ടാക്കിയവരുടെയും കുഴപ്പമാണ്. ശരിക്കും DPEP നല്ലതാണ്. കാരണം എന്താണ് മാങ്ങ എന്ന്, ഇത് മാങ്ങയുടെ മരം അങ്ങനെ പറയുന്നവരുണ്ട്. മാങ്ങയുടെ മരം, ചക്കയുടെ മരം, തേങ്ങയുടെ മരം. ഇത് തെങ്ങാണെന്ന് അറിയില്ല. ഇത് തെങ്ങാണ്, ഇതിനാണ് തേങ്ങ വരുന്നത്, ഇത് വെച്ചാണ് ചമ്മന്തി അരിക്കുന്നതെന്ന് കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല. ഇതെല്ലാം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നത് തെറ്റല്ല. പക്ഷേ എടുത്ത കാര്യങ്ങൾ വേറെ ആയിപ്പോയി. സമരത്തിന് ആളുകൾ പോകുന്ന വണ്ടി ലോറി എന്ന് പഠിപ്പിച്ചാൽ മണ്ടത്തരം എന്നല്ലേ പറയുന്നത്. സമരത്തിന് ആൾ പോകുന്ന വണ്ടിയാണോ ലോറി? അന്നത്തെ കാലത്ത് സമരത്തിന് ആൾ പോകുന്ന ലോറിയില്ല. അപ്പോൾ അധ്യാപകർ പഠിക്കുന്നത് സമരത്തിന് ആൾ പോകുന്ന വണ്ടി ലോറി, അല്ല സാധനം കയറ്റി കൊണ്ടുവന്ന സാധനമല്ല ലോറി. തടി സാധനങ്ങൾ കയറ്റി കൊണ്ടുവന്ന വണ്ടി ലോറി എന്ന് പഠിപ്പിക്കുന്ന വരും സമരത്തിന് ആളുകൾ കയറ്റി. അപ്പം അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് മണ്ടത്തരങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചപ്പോഴാണ് അത് മാറിപ്പോയത്. അല്ലെങ്കിൽ അത് പാടില്ല. അത് നല്ല ആശയമാണ്. ആശയം നല്ലതാണ്. ഒരു പരിചയപ്പെടുന്നതാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ജീവിതത്തിലെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്ന, അനുഭവ പരിചയപ്പെടുത്തുന്നതാണ് ഇതൊക്കെ. പക്ഷേ മറിച്ച് വരുന്നത് വേറെ തരത്തിലായിപ്പോയി എന്നുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ അമിതമായി ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു. 4 ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ പോലെ ഭാഷയും കണക്കും ഒക്കെ പഠിപ്പിച്ച് പാടാനും ആടാനും ഒക്കെ പഠിപ്പിച്ച് നല്ല ഡാൻസ് ചെയ്യാനും അവരുടെ ഈ കുഞ്ഞുങ്ങളിൽ പൊതുവിൽ മലയാളിയെ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. സ്റ്റേജ് ഫ്രൈറ്റ്. ഇപ്പം എന്നോട് ഇവിടെ വന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ കൈകാര്യം പറയും. പക്ഷെ പ്രസംഗിക്കാൻ പറഞ്ഞാൽ 1 മണിക്കൂറാണെങ്കിൽ പ്രസംഗിക്കും. അപ്പം ഈ കുഞ്ഞുങ്ങളെ മനസ്സിലുള്ള ആ ഭയത്തെ മാറ്റിയെടുക്കാനുള്ള ക്ലാസ്സുകളാണ് മാറ്റിയെടുക്കുന്നത്. എനിക്ക് പാടാൻ പറ്റും, എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, നീ കഥ പറയാൻ പറ്റും നന്നായിട്ട് എന്ന് കുഞ്ഞുങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കണം. അത് അവരെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇൻ്റർവ്യൂ, പണ്ട് പറയും ടൈയൊക്കെ കിട്ടിയിട്ടൊക്കെ പോയിരുന്നിട്ട് പേരെന്താണ്, പേരെന്താണ്, എവിടെ പഠിച്ചു, ഏതുവരെ പഠിച്ചു, MA എവിടെയാണ് പഠിച്ചത്, MSCക്ക് പിന്നെ ഡോക്ടറേറ്റ് എവിടെ വെച്ചെടുത്തു, ഇതൊന്നും അല്ല ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അത് എയർലൈൻസിൽ ഇൻ്റർവ്യൂവിന് പോയാലും ശരി തന്നെ 4-5 കുട്ടികളെ ഒരുമിച്ചിരുന്നിട്ട് ഒരു സബ്ജക്റ്റ് അങ്ങ് കൊടുക്കുകയാണ്. ഈ സബ്ജക്റ്റിനെ പറ്റി പറയാം. IASൽ നിന്നാണ് ഇൻ്റർവ്യൂ. IASന്റെ ഇൻ്റർവ്യൂവിന് പോയാൽ ചോദിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഏതെങ്കിലും ഒരു കാര്യം, എന്താണ് കൊറിയൻ ഇഷ്യൂ എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇറാനിലെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ് എന്ന്, പ്രസന്റ് കണ്ടീഷൻ ആൻഡ് ഇഷ്യൂ എന്താണ്, അതിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ ഇറാനിൽ എന്ത് നടക്കുന്നു എന്നല്ല. ഇറാനിലെ ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അമേരിക്ക ഇറാനിൽ ഇടപെടുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇതാണ് ചോദ്യം. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. അതാണ് ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ. IASനൊക്കെ പോയി കഴിഞ്ഞു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അല്ലാതെ അപ്പുറത്തുപുറത്തിരുത്തി പണ്ട് കേട്ടുന്ന ഒരു IAS ഉദ്യോഗസ്ഥ IAS കിട്ടിയത് പാടാൻ അറിയുമോ എന്ന് ചോദിച്ചു. അറിയാമോ, എന്നാൽ പാട്ട് പാടുന്നു. ഈ പാട്ട് പാടി കേട്ടപ്പോൾ അവർക്ക് IAS കൊടുത്തു കേട്ടിട്ടുണ്ട് പണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ, ഒരു വിഷയത്തെക്കുറിച്ച് 2-3 പേരുമായി ചർച്ച ചെയ്യാൻ
നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്ന തരത്തിലാണ് വിദ്യാഭ്യാസം പോകേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വർദ്ധിപ്പിക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത് നല്ല ഇംഗ്ലീഷ്. ഇവിടെ MA MSc ഒക്കെ പഠിച്ച ഒരു പാർലമെന്റിൽ പോയിട്ട് വളരെ പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി. പക്ഷേ പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് വരുന്നവർ പള്ളിക്കൂടത്തിലേ പോയിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയും. ദുബായിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, പള്ളിക്കൂടത്തിലേ പോയിട്ടില്ല, പക്ഷേ ഇംഗ്ലീഷേ പറയും. കാരണം അവരെ പരിചയമാണ്, അവർ ഉപയോഗിച്ച് പഠിച്ചിരിക്കുക. ഉപയോഗിച്ച് വലിയ വിദ്യാഭ്യാസമില്ലാത്തവർ ഇംഗ്ലീഷ് പറയും, പക്ഷേ അത് അവർ ഉപയോഗിച്ചുള്ള പരിചയമാണ്. നമ്മൾ MSc കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയാൻ നമ്മൾ ലജ്ജിക്കുക. അറിഞ്ഞാത്തതുകൊണ്ടല്ല കേട്ടോ, അറിഞ്ഞാത്തതുകൊണ്ടല്ല, ഗ്രാമർ അറിഞ്ഞാത്തതുകൊണ്ട് എല്ലാം പഠിച്ചു എഴുതുമ്പോൾ എല്ലാം കറക്റ്റായിരിക്കും, പക്ഷെ പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു സംഭവമുണ്ട്. അത് മാറ്റണം. അത് മാറ്റണമെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിൽ തെറ്റാണെങ്കിലും പറയുക എന്നുള്ളതാണ്. ഞാനും ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം മന്ത്രിയായിട്ടൊക്കെ വന്നവന് 2001 ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ പേടിയാണ്. പക്ഷെ തെറ്റാണെങ്കിലും എന്താ ആയിക്കോട്ടെ, നിവൃത്തിയില്ലല്ലോ എന്ന് പറയും. നീന്താൻ അറിയില്ല എനിക്ക്. ഞാനൊരിക്കൽ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി, ജോഷിയുടെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി കുട്ടനാട്ടിൽ പോയി. സംഘം എന്നൊരു സിനിമ. അതിലെല്ലാവർക്കും ചെറിയ കൊതുമ്പ് വെള്ളം കൊടുത്തു. ഈ കൊതുമ്പ് വെള്ളം സൈക്കിൾ പോലെയാണ്, ചരിഞ്ഞ അപ്പോഴേ വെള്ളത്തിൽ പോകും. താഴ്ചയാണെങ്കിൽ 50 അടി താഴ്ചയാണ്, വള്ളംകളി ഷൂട്ട് ചെയ്യാനുള്ളത്. ഈ മറിഞ്ഞാൽ ചാവുകയല്ല പറയാൻ മാർഗമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കാൻ ബ്രേക്കിന് പോയപ്പോൾ ഞാൻ ഒരാളെ സംഘടിപ്പിച്ച് വള്ളത്തിൻ്റെ അറ്റത്തിരുത്തി ഇത് തുഴയാനും പഠിച്ചു. അടുത്ത ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബോംബൊക്കെ പൊട്ടി. മുകേഷും എല്ലാവരും വെള്ളത്തിൽ, ജഗദീഷും എല്ലാം നീന്തൽ അറിയാവുന്നവരൊക്കെ വെള്ളത്തിൽ പോയി. ഞാൻ മാത്രം വീണില്ല. ഞാൻ നോക്കി വരുമ്പോൾ ഇവർ എന്നെ വള്ളത്തിൻ്റെ നേരെ നീന്തി വരെയാണ് പിടിച്ച് കയറാൻ വേണ്ടി. അതിൽ അവന് പിടിക്കരുത്, ഞാൻ വീണാൻ പോയി. അപ്പോൾ ഡയറക്ടർ ജോഷി എന്നോട് പറഞ്ഞു, നിന്നെ എവിടെ കൊണ്ടിട്ടാലും നീ ജീവിക്കും എന്നോട് പറഞ്ഞു. കാരണം ഞാൻ അവിടെ പഠിച്ചു, എൻ്റെ ഒരു നിവൃത്തികേടുമുണ്ട്, ഞാൻ അവിടെ പഠിച്ചു. ആ വള്ളം തുഴയാൻ, അതിൻ്റെ ബാലൻസിൽ തുഴയാനും ഞാൻ പഠിച്ചു. എൻ്റെ വള്ളം മാത്രം പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായില്ല, ജീവിക്കാൻ അവരെ പഠിക്കും. ഞാൻ ഈ പറഞ്ഞ കൂട്ട് തുറക്കുക, അകത്ത് വിട്ടു, ഒരു സ്ഥലത്ത് വിട്ടു, കാറിനകത്ത് വിട്ടുപോയി, കുഞ്ഞ് ഇറങ്ങാൻ പഠിക്കണം. അത് പല കുഞ്ഞുങ്ങൾ കാറിനകത്ത് ലോക്കായി കഴിയുമ്പോൾ നമ്മൾ ഫയർഫോഴ്സിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതെല്ലാം അറിഞ്ഞിരിക്കണം. ഒരു മുറിക്കകത്ത് പെട്ടാൽ എങ്ങനെ ഇറങ്ങാം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ പോലീസിനെ വിളിക്കാം, അല്ലെങ്കിൽ ഫയർഫോഴ്സ് എങ്ങനെ വിളിക്കാം, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം. ഇപ്പം നല്ല മൊബൈലൊക്കെ കൈകാര്യം കുഞ്ഞുങ്ങൾക്ക് നല്ല പരിചയം, ഈസിയായിട്ട് അവരെ പഠിപ്പിക്കാം. ഇത്തരം ജീവിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അത് ഈ 4 ക്ലാസ്സുകളിൽ നിങ്ങൾ മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കണമെന്ന് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്. വീട്ടിൽ വന്നാലും, പിന്നെ ഞാൻ പറഞ്ഞില്ല, ഹോംവർക്ക് കൊടുക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് പോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ആകെ നമ്മൾ കണക്കൂട്ടി നോക്കിയാൽ രാവിലെ 6-7 മണിക്ക് കുഞ്ഞ് എഴുന്നേറ്റ് കണക്കാക്കുക. 8 മണിക്കുമ്പോൾ അതിനെ കുളിപ്പിച്ച് റെഡിയാക്കി ആഹാരം കൊടുത്ത് സ്കൂൾ ബസ് വരുമ്പോൾ അധികം കയറ്റി വിടണം. 9 മണിക്കുമ്പോൾ സ്കൂളിലെത്തും. അത് കഴിഞ്ഞ് 10 മണിക്ക് ബെല്ലടിച്ചാൽ ക്ലാസ്സിൽ കയറും. 9:30 കയറിയ വൈകിട്ട് 3:30 വിടും. 3:30 വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് കുളിക്കണം, കാല് കഴുകണം, കൈ കഴുകണം, കുളിക്കണം. പിന്നെ എന്തെങ്കിലും ഒന്ന് ഓടി കളിക്കുമ്പോഴേക്കും അടുത്ത പോയി നിന്ന് പഠിക്കും. ഹോംവർക്ക് കിടക്കണം, അതിലേക്ക് പോകാൻ. അത് കഴിഞ്ഞാൽ ഹോംവർക്ക് തീരുമ്പോഴത്തേക്കും ഉണ്ണാൻ, രാത്രി കഴിക്കാൻ സമയമായി, കഴിക്കാൻ പറയും, കിടന്നുറങ്ങാൻ പറയും, ഉറങ്ങും. എപ്പോഴാണ് ഈ കുഞ്ഞ് അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ സംസാരിക്കുന്നത്? എപ്പോഴാണ്? നമ്മളത് ചിന്തിച്ചു പോകും. ആ കുഞ്ഞിൻ്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങി നിന്ന് ചിന്തിച്ചു പോകണം. നമ്മുടെ മക്കളോട് ചെയ്യുന്ന ക്രൂരത എത്ര വലുതാണെന്നാണ്. അതുകൊണ്ടാണ് ഹോംവർക്ക് കൊടുക്കേണ്ടതെന്ന് പറയാൻ കാര്യം. വീട്ടിൽ വരുമ്പോൾ ഒന്നും ചെയ്യേണ്ട, ബുക്ക് കൊണ്ടുവരണ്ട, പോയിരുന്ന് പഠിക്കാൻ പറയില്ല, അച്ഛനമ്മമാരോടൊപ്പം കളിക്കുക, വർത്തമാനം പറയുക, സ്കൂളിലെ വിശേഷങ്ങൾ പറയുക. അങ്ങനെ ഒരു ബന്ധം നമുക്കെന്താ, നമ്മുടെ മക്കളെ ഇപ്പോഴേ പറ്റൂ. ഒരു മകളെ പഠിപ്പിക്കുകയാണ്, ഒരു 10, 12, 13 വയസ്സായി ഒരു മെച്ചുറായി കഴിഞ്ഞാൽ ഈ മകൻ്റെയും ഒക്കെ കാഴ്ചപ്പാട് ഒരു ടീനേജിലേക്ക് കയറുമ്പോൾ നമ്മളുമായിട്ട് കമ്പനി അടിക്കുന്നതായിരിക്കില്ല. അവരൊറ്റയ്ക്ക് അവരുടേതായ കാര്യങ്ങളും അവരുടെ ലോകത്തും ഒക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് മക്കളെ നഷ്ടപ്പെട്ടു. എന്നാണ് നമ്മളെ മക്കളെ ലാളിക്കുന്നത്? എന്നാണ് നമ്മുടെ മക്കൾ നമ്മളോട് കളിക്കുന്നത്, നമ്മളോട് എപ്പോഴാണ് കൊഞ്ചുന്നത്, അച്ഛൻ്റെ അമ്മയുടെയും വാത്സല്യം എപ്പോഴാണ് അനുഭവിക്കുന്നത്? ഇതൊന്നും അവസരമില്ല. ആ അവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഹോംവർക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അല്ല, വേറെ വിരോധം ഉണ്ടായിട്ടല്ല. ഹോംവർക്ക് കൊടുക്കാതിരുന്നാൽ അച്ഛനോട് കാര്യം പറയാം. അച്ഛാ സ്കൂളിൻ്റെ വിശേഷമുണ്ട്, എൻ്റെ കൂട്ടുകാരി അങ്ങനെ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനെ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം പറയാൻ കുഞ്ഞുങ്ങൾക്ക് അവസരം കൊടുക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു നല്ല സ്കൂളായി വിദ്യാനികേതൻ നടന്നു. ഞാൻ ശരത്തിനോട് എപ്പോഴും കാണുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എല്ലാ ആക്ടിവിറ്റികളും. കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നല്ലൊരു സ്കൂളിൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ രക്ഷകർത്താക്കളും അജ്ഞാനം കൊള്ളുന്നു. ആ വിശ്വാസം നമ്മുടെ മക്കളിൽ ഒരു ആത്മവിശ്വാസം വളർത്തി നല്ല എഡ്യൂക്കേഷൻ വിദ്യാനികേതൻ സ്കൂളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടും. നല്ല ശീലങ്ങൾ ഈ സ്കൂളിൽ കുഞ്ഞുങ്ങൾ പഠിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ടീച്ചറെ പരിചയപ്പെട്ടു. അപ്പം പറയാം, ടീച്ചർ ഈ നാട്ടുകാരിയല്ല, തമിഴ്നാട്ടിൽ. അപ്പം ഞാൻ അപ്പോൾ ആത്മാർത്ഥത ഇച്ചിരി കൂടുതലായിരിക്കും. കാരണം നമ്മളെക്കാൾ കുറച്ചുകൂടി കാര്യം ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥത പുലർത്തുന്നതിൽ തമിഴ്നാട്ടുകാർ കൊടുക്കലാണ്. അപ്പം ടീച്ചർ നല്ലൊരു നേതൃത്വം ഈ സ്കൂളിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉഴപ്പുന്ന പരിപാടികളുണ്ട്. പക്ഷേ വേറൊരു നാട്ടിൽ നിന്ന് വന്നിവിടെ ജീവിച്ചു വളർന്നവരാണെങ്കിൽ ഉഴപ്പാതെ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്കൂൾ ഇത്ര നന്നായി പോകുന്നത്. പിന്നെ ശരത്തിനെ സംബന്ധിച്ചും പാർവതിയെ സംബന്ധിച്ചും ഒക്കെ, ടീച്ചറെ ഭാനുപ്രിയ ടീച്ചറെ സംബന്ധിച്ചൊക്കെ ഒരു വിഷനുണ്ട് എഡ്യൂക്കേഷനെ കുറിച്ച്. ആ വിഷനാണ് നിങ്ങളൊക്കെ അതിനോട് കൂടെ നിൽക്കണം.
ആ മിഷനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർത്ഥരാക്കി മാറ്റുന്നത്. അവരെല്ലാവരും പഠിച്ച് വലിയ പദവികളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പദവികൾ എത്തുമ്പോൾ നമുക്ക് അവരെ ഓർത്ത് അഭിമാനം കൊള്ളാൻ ദൈവം അവസരം തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാർഷികത്തിൻ്റെ 10ാമത് ആനുവൽ ഡേയുടെ ഔപചാരിക ഉദ്ഘാടനം നമ്മുടെ ദൈവങ്ങളുടെ അനുവാദത്തോടെ ദൈവനാമത്തിൽ നിർവഹിച്ചായ ദൈവത്തിന് നന്ദി, നമസ്കാരം, ജയ്.